ഹലോ നമസ്കാരം, ദിനേശ് മാധവാണ്. എന്തൊക്കെയാ, സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം കണ്ടില്ലേ, വേഷം കണ്ടില്ലേ? പക്ഷെ കൃഷീൻ്റെ കാര്യങ്ങളാണ്. കൃഷി എന്ന് പറഞ്ഞാൽ തെങ്ങിന് വളമിടുന്ന കാലമാണല്ലോ. ഇപ്പം മഴക്കാലത്താണ് എല്ലാവരും തടമൊക്കെ തുറന്ന് വളമിടണത്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളും കാര്യങ്ങളും അതെങ്ങനെ ചെയ്യേണ്ടത്, എൻ്റെ കൂടെ എൻ്റെ ഉണ്ണിയുണ്ട്. അപ്പോൾ അവനാണ് അതിനെ പറ്റിയൊക്കെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അവൻ എല്ലാം പറഞ്ഞു തരും. ഹലോ, അപ്പോൾ ഇതാണ് ഉണ്ണി കേട്ടോ. അതാ ഉണ്ണി പണീൻ്റെ തിരക്കിലാണ്. ഹലോ ഉണ്ണി, ഇങ്ങോട്ട് നോക്ക്. അപ്പോൾ ഇവരോട് എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് എൻ്റെ വളം കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ തടം തുറക്കുകയാണല്ലോ, ഇനി ഏത് വളം നമ്മൾ ഉപയോഗിക്കുക? വളം ചാണകപ്പൊടി, ആട്ടിൻകാട്ടതൊക്കെ ഉപയോഗിക്കാം. ആട്ടിൻകാട്ടം, ചാണകപ്പൊടി. ഏതാണ് ഉത്തമം? എല്ലാം ഉത്തമം തന്നെ ആണല്ലേ. ഞാൻ ആരോ പറഞ്ഞിട്ട് ഈ ആട്ടിൻകാട്ടം ഇട്ട് കഴിഞ്ഞാൽ ചൂടാണ് തെങ്ങിന്. അപ്പൊ അതെങ്ങനെ ഇടണ്ടേ? മഴത്തിട്ട കുഴപ്പമില്ല. ആണല്ലേ. ആയിക്കോട്ടെ. ഇപ്പൊ മഴയാണല്ലോ, അപ്പൊ ആട്ടിൻകാട്ടം കുഴപ്പമില്ല അല്ലേ? ആ തെങ്ങ് എങ്ങനെ തടം തുറക്കണ്ടേ, എങ്ങനെയാണ്? തടം തുറന്ന് ഞങ്ങൾ കണ്ടു. ഇതാ ഇതേമാതിരി തുറന്നു ഇങ്ങനെ പുല്ല് ചെത്തിയിട്ട് പിന്നെ മണ്ണൊക്കെ ഇങ്ങോട്ട് നോക്ക്. പണി നിർത്ത്. തെങ്ങ് തടം ചെറ്റ് പുല്ല് ചെത്തി പിന്നെ കുറച്ച് മണ്ണൊക്കെ കോരി വെച്ച് അങ്ങനെ പിന്നെ വളം തോലൊക്കെ ഇട്ടിട്ട് മൂടുക അല്ലേ? അതന്നെ അല്ലേ. ഈ ചകിരി ഉണ്ടാവുമല്ലോ ചില വീട്ടില്, കുറെ ചകിരികളൊക്കെ. അതൊക്കെ ഇടാ. അതെങ്ങനെ ഇടുക? അതൊക്കെ ചെങ്ങനെ തടത്തിലിട്ട് മൂടും. ആണല്ലേ. ആണ്. പിന്നെ ചായ കുടിച്ചോ? ആണല്ലേ. എന്താ കടി? കടി പുട്ടില്ലേ? പുട്ടൊക്കെ ഇഷ്ടാണോ? ഇങ്ങോട്ട് നോക്ക് ജി. പുട്ട് ഇഷ്ടാണോ ഉണ്ണി? അധികം ഇഷ്ടല്ല, പക്ഷെ എന്താ ചെയ്യല്ലേ, ഇന്ന് പുട്ട് ചെയ്യുന്നില്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലേ? ഓക്കെ. അപ്പൊ നല്ല കായ ഉണ്ടാവും അല്ലേ? ഇപ്പൊ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണല്ലോ. തേങ്ങേനെക്കാട്ടും വില വെളിച്ചെണ്ണയ്ക്ക് ഉണ്ട്. ഇപ്പൊ തേങ്ങയ്ക്ക് ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും വെളിച്ചെണ്ണയ്ക്ക് കുറഞ്ഞില്ല. എന്നാലും നോക്കുക, ഇനിയിപ്പോ തേങ്ങയ്ക്ക് വില കുറഞ്ഞാലും നമ്മൾ തെങ്ങിനെ നോക്കണം. തെങ്ങ് ചതിക്കൂല എന്നാണ് അല്ലേ? ശരിയല്ലേ? അപ്പൊ ഓക്കെ ഉണ്ണി. ഹലോ. അപ്പോൾ ഉണ്ണി പറഞ്ഞ കേട്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. മൂപ്പരെ അറിവ് വെച്ചിട്ടാണ് പറഞ്ഞത്. കുറേ കാലമായിട്ട് എൻ്റെ തൊടിയിലും ഒക്കെ മൂപ്പര് തന്നെ പണിയെടുക്കണ്. മൂപ്പര് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആണ്. അപ്പം ഞാൻ മൂപ്പര് തന്നെ വിളിക്കല്. മൂപ്പരാകുമ്പോൾ ഇങ്ങനെ എടുക്കും. എൻ്റെ മാത്രമല്ല, എൻ്റെ എല്ലാവരും ഇവിടെ ഈ നാട്ടിലെ എല്ലാവരും മൂപ്പര് തന്നെയാണ് ചെയ്യല്. അപ്പോൾ മൂപ്പരെ അറിവാണ് ഇപ്പോൾ ഷെയർ ചെയ്തത്. അപ്പോൾ താങ്ക് യു. അടുത്തൊരു വീഡിയോ ഉടൻ വരും.